തൃശൂർ നെടുപുഴ സ്വദേശിനി ലക്ഷ്മിക്കുട്ടിയമ്മയുടെ പക്കൽ നിന്ന് 1.5 ലക്ഷം രൂപയോളം ദിവ്യ ജോഷി തട്ടിയെടുത്തെന്നാണ് പരാതി. ഗർഭാശയത്തിലെ അർബുദം മാറ്റിത്തരാമെന്നായിരുന്നു വാഗ്ദാനം. രോഗം മാറാതായതിനെ തുടർന്ന് പരാതി പറഞ്ഞപ്പോൾ സ്വാമിനിയുടെ ഭർത്താവ് ജോഷി ഭീഷണിപ്പെടുത്തി. പണം നഷ്ടപ്പെട്ടതായി ബോധ്യപ്പെട്ടപ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മ പരാതിയുമായി പോലീസിനെ സമീപിച്ചു. അങ്ങനെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായിരുന്നു ദിവ്യ ജോഷിയുടെ വീട്ടിൽ മിന്നൽ പരിശോധന. ഇവിടെ ഇപ്പം മിസ്റ്റീരിയസ് ആയിട്ട് നമുക്കൊന്നും കാണുന്നില്ല. കാരണം മറ്റു രേഖകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രഹസ്യമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ പ്രധാനപ്പെട്ട വലിയ രേഖകളൊന്നും നമ്മൾ കണ്ടുകിട്ടിയിട്ടില്ല. വലിയ ഒരു സമ്പാദ്യം ഉണ്ടെന്നോ ഈ കാണുന്നതെല്ലാം ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും വേറെ രീതിയിലുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ദിവ്യ ജോഷി താമസിക്കുന്ന തൊട്ടിപ്പാൾ മുളങ്ങിലെ വീടിനോട് ചേർന്ന് രുദ്രവിഷ്ണുമായയുടെ പേരിൽ ക്ഷേത്രവും നിർമ്മിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി രാവും പകലും വ്യത്യാസമില്ലാതെ ഒട്ടേറെ ആളുകൾ എത്താറുണ്ടെന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. 2 വർഷത്തിനിടെയായിരുന്നു ദിവ്യ ജോഷിയുടെ സാമ്പത്തിക വളർച്ച. 45 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന കാറാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നിരവധി മുന്തിയേനം കാറുകൾ ഇവർ ഉപയോഗിച്ചു വരുന്നു. രാത്രികാലങ്ങളിൽ അപരിചിതമായ വാഹനങ്ങൾ എത്തിച്ചേരുന്നു, ആളുകൾ എത്തിച്ചേരുന്നു. ഇതിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് മറ്റാർക്കും അറിയില്ല. പഞ്ചായത്ത് അടക്കമുള്ള സ്ഥാപനങ്ങൾ ഇവിടെ പരിശോധനയ്ക്ക് വന്നപ്പോൾ അനുവദിച്ചിട്ടില്ല. എല്ലാ തരത്തിലും ദുരൂഹമാണ്. സാമ്പത്തിക സ്രോതസ്സിന്റെ ഉറവിടം അന്വേഷിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നാട്ടുകാരും ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഒപ്പ് ശേഖരിച്ച് പോലീസിന് പരാതി കൊടുത്തിരുന്നു. സ്വാമിനിയുടെ ഭർത്താവ് ജോഷി കൊള്ളപ്പലിശക്കാരനാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദിവ്യ ജോഷിയുടെ സ്വത്തുക്കളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് പോലീസ്. മനോരമ ന്യൂസ്, തൃശൂർ.